ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 12. മറ്റൊരു ഭാഗത്ത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവിനെക്കുറിച്ച് ഇവിടെ പറയുന്ന വാക്കുകൾ ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളാണ് അൽഫയും ഒമേഗയും. കർത്താവ് ആദ്യനും അന്ത്യനുമാണെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ സർവശക്തിയെ പ്രകീർത്തിക്കാനുള്ള മനുഷ്യൻ്റെ വാക്കുകളുടെ ആകത്തുകയായിട്ടാണ് ഇവിടെ അൽഫയും ഒമേഗയും പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 21:6 22:13 അവിടെ കാണാൻ കഴിയുന്നത് ദൈവം അൽഫയും ഒമേഗയും എന്നു തന്നെയാണ്. ആദിയും അന്തവും എന്നും ഒന്നാമത്തവനും ഒടുവിലെത്തവനെന്നും കാരണഭൂതനും പൂർത്തീകരിക്കുന്നവനും എന്നും ഇതിനർത്ഥം പറയാം. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവമില്ല എന്ന് വാദിക്കുന്നവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനു തന്നെ. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ ദൈവത്തെ സൃഷ്ടാവെന്ന അർത്ഥത്തിൽ ദൈവം എന്നു മാത്രം വിളിച്ചിരിക്കുന്നു. എന്നാൽ 4-ാം വാക്യത്തിലെത്തുമ്പോൾ അവിടെ യഹോവയായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് നിത്യനായ സൃഷ്ടാവ് അഥവാ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ സൃഷ്ടാവ് എന്ന അർത്ഥത്തിൽ. അതുപോലെ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല എന്ന് കാണുന്നു. ഈ വാക്യത്തിൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല എന്ന പ്രയോഗം അനേകം വേദപണ്ഡിതരുടെയും അതുപോലെ വേദപുസ്തക ചർച്ചാ വിഷയങ്ങളായിട്ടുള്ളവർക്കും ഇതൊരു കീറാമുട്ടിയായി മാറിയിട്ടുണ്ട്. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ അനേകം വേദഭാഗങ്ങളിൽ യഹോവയായ ദൈവം എന്ന പ്രയോഗം കാണുന്നുമുണ്ട്. അവ ഉൽപ്പത്തി 12:8 14:23 പുറപ്പാട് 3:16 18 ഈ ആദിയായ ഭാഗങ്ങളിൽ ഉള്ളപ്പോൾ ഇവിടെ ഈ പുറപ്പാട് പുസ്തകത്തിൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് സംശയമുണ്ടാക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ ബന്ധമായിരുന്നു യഹോവ എന്ന നാമം. അത് പൂർവ്വപിതാക്കന്മാർക്ക് തലമുറകളുടെ ബന്ധത്തിൽ വെളിപ്പെട്ടു എന്ന് മാത്രം. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ അടിമത്വത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്ന സർവശക്തനായ ദൈവം എന്ന പേരിൽ യഹോവ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് യഹോവ എന്ന നാമത്തിൽ ഞാൻ ഇതുവരെ പൂർവ്വപിതാക്കന്മാർക്ക് വെളിപ്പെട്ടില്ല എന്ന് പറയുന്നത്. കൂടാതെ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ വേലയെ ഈ നാമം പ്രതിനിധീകരിക്കുന്നു. യേശുക്രിസ്തു സാത്താൻ്റെ അടിമത്വത്തിൽ നിന്നും മാനവരാശിയെ സ്വതന്ത്രമാക്കി. അക്കാര്യം നാം പിന്നാലെ ചിന്തിക്കുന്നതായിരിക്കും. അതുപോലെ 3:14 ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന പ്രഖ്യാപനം 20 ഇടങ്ങളിൽ 20 വാക്യങ്ങളിലായി നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. അക്കാര്യത്തിലേക്ക് പിന്നാലെ വരാം. ഈ ഭാഗം തുടർമാനമായി അടുത്ത ഭാഗത്ത് കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.